എൻ്റെ തൊഴിൽ മേഖലയെക്കുറിച്ച് വന്ന കാര്യമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രതികരണം അറിയിച്ചു. നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല. കാര്യം അത്രയേറെ വാർത്തകൾ നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റൂല. അത്രയേറെ ഉണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത്. എൻ്റെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ അലിഗേഷൻസ് പോലുള്ള കാര്യങ്ങൾ അല്ലേ, അതൊരു സമൂഹം ഒരു നടന്മാരൻ അടങ്ങുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയൊക്കെ ജനറലൈസ് ചെയ്ത് പറയുകയും 2024 പോലത്തെ ഒരു ഏറ്റവും പ്രൗഡായ വർഷത്തെ അതിൻ്റെ നല്ലതിനെ കാണാതെ പതിവ് പല്ലവികൾ പാടുമ്പോൾ വരുന്ന ഒരു സങ്കടം അത്ര. ഈ സ്കൂള് തുറക്കുമ്പോൾ സിനിമ അടയ്ക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജൂൺ 1 തൊട്ടൊരു സിനിമയില്ല എന്നൊക്കെ. ഞാൻ ചേട്ടന് ആകുലതകളുണ്ടോ? അല്ല, ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ സോർട്ട് ആവും. അത്ര വിഷ്ണു, ഒരു സംശയം വീണ്ടും ചോദിക്കട്ടെ. എനിക്ക് ശരിക്കും അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ റാൽഫിനോട് ചോദിച്ചപ്പോൾ അവനറിയില്ല. ഈ സമരം ആർക്കെതിരെയാണ്? സമരം ആർക്കെതിരെയാണ്? സമരം എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റ്, എന്തെങ്കിലും നടത്തും. അത് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഈ സിനിമ നിന്ന് പോലെ ഈ വ്യവസായം നിന്ന് പോകുമ്പോൾ ഇതിൽ എന്താ മനസ്സിലാക്കിയത്? വെർബലിയിൽ എന്താ അവർ പറഞ്ഞത്? സ്ട്രൈക്ക് ചെയ്യുക, അത് അടച്ചുകൊണ്ട് നമ്മൾ പ്രതിഷേധമാണല്ലോ. ആർക്കെതിരെയുമല്ല, ഈ അവസ്ഥക്കെതിരെ. ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ അടച്ചിടലിലൂടെ നമ്മുടെ ചുറ്റുമുള്ള പ്രേക്ഷകർക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. അടച്ചിടുന്നത് നമ്മൾ നമ്മുടെ ചോറ് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് അടയ്ക്കണേ. അല്ല, നടന്മാർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്മാർക്ക് അങ്ങനെയാണോ? ഐ ഡോണ്ട് നോ. ഐ ടേക്ക് ഇറ്റ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും എതിരെയാണെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ ഇതിനെയാണ് അടച്ചിടുന്നത്. ഒരിക്കലും ചെയ്യരുത്. കോവിഡ് എന്ന് പറയുന്നത് പ്രകൃതി നമ്മളെ ശിക്ഷിച്ച് അല്ലെങ്കിൽ വോട്ടവർ ചെയ്തൊരു കാര്യത്തിൽ നിന്നും നമ്മൾ എന്തോ ഭാഗ്യം കൊണ്ട് ഈശ്വരൻ സഹായിച്ച് തിരിച്ചു വരുമ്പോൾ നിന്ദിക്കരുത്, അഹങ്കാരം കാണിക്കരുത്.